നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ആത്മീയത്തിലൂടെ പറയാൻ പോകുന്നത്. ഇന്ന് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ശാശ്വതമായ ആരോഗ്യവും കൂർമ്മകുശലതയും ഉള്ളവരായിരിക്കും. നീണ്ട നാസിക, സൗമ്യമായ കണ്ണുകൾ, ശാന്തമായ മുഖഭാവം, വിനീതമായ പെരുമാറ്റം ഇവയെല്ലാം കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇവർ നൽകാറില്ല. എന്നാൽ ആരോഗ്യകാര്യത്തിൽ അത്ര പിന്നിലല്ല. ശിരോരോഗമോ ദന്തരോഗമോ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കാർത്തിക നക്ഷത്രക്കാർ അസാമാന്യമായ ബുദ്ധിയുള്ളവരായിരിക്കും. കൂടുതൽ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാറില്ല. പലതരം പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇവരുടെ സ്വഭാവം. ഈ നക്ഷത്രക്കാർ ദുർമോഹികളല്ല. ഇവരുടെ അഭിമാനബോധവും ആദർശനിഷ്ഠയും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാക്കാറുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാനും മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. സ്വന്തം കാര്യത്തിൽ അപ്പോൾ തോന്നുന്നത് പോലെ ചെയ്യും. സ്വന്തം പ്രവർത്തനങ്ങളിലെ ദൂഷ്യവശങ്ങളെ മറന്നും വിജയങ്ങളെ പുകഴ്ത്തിയും ഇവർ സ്വയം അഭിമാനിക്കും. ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവമാണ്. നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും ഇവർ. പ്രയത്നിക്കുക, പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ. പൊതുകാര്യത്തിൽ ഇടപെട്ടാൽ നഷ്ടമാണ് ഫലം. ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യവാന്മാരെന്ന് പറയാം. ഗ്രഹഭരണ കുശലതയും പതിഭക്തിയും വിശാലമായ ഹൃദയവും മനോഗുണവുമുള്ള ഉത്തമ സ്ത്രീകളാണ് ഇവരുടെ ഭാര്യമാരായി വരുന്നത്. മിക്കവാറും ഭാര്യമാരുടെ അനാരോഗ്യവും ഇടയ്ക്കുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായി ലഭിക്കാറില്ല. എങ്കിലും ഗ്രഹജീവിതത്തിൽ തൃപ്തിയും സമാധാനവും ഉണ്ടായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർ സ്വയം നിരൂപണം ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ്. ഇവർ പൊതുജനമധ്യത്തിൽ പ്രസിദ്ധിയും ബഹുമാനവും നേതൃത്വവും ഉള്ളവരാണ്. ഇവർക്ക് ചതിയോ വഞ്ചനയോ ഒന്നും ഉണ്ടാകാറില്ല. ഈ നക്ഷത്രക്കാർക്ക് ആത്മാർത്ഥത വളരെ കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾ ഇവർ ക്ഷുഭിതരാകും. വീണ്ടുവിചാരമില്ലാതെ പ്രവർത്തിക്കും. എല്ലാ കാര്യത്തിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. ഇവർക്ക് സ്വദേശമോ സ്വകുടുംബമോ ഗുണകരമായി ഭവിക്കാറില്ല. കാർത്തിക നക്ഷത്രക്കാർ അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനവുമാണ് നന്നായി തിരഞ്ഞെടുക്കാറുള്ളത്. കൂടുതൽ നല്ലതും അതാണ് അവർക്ക്. ഇവർ മാതൃഭക്തിയുള്ളവരാണ്. മാതാവിനെ നന്നായി പരിചരിക്കും. പിതാവിനെക്കുറിച്ച് അഭിമാനിക്കാൻ ധാരാളം ഉണ്ടാകും. പക്ഷേ പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയില്ല. 24 മുതൽ 35 വയസ്സിനിടയിലും 50 മുതൽ 55 വയസ്സിനുള്ളിലും പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദുരിതങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത്. ഭർതൃസൗഭാഗ്യം കുറവോ ഭർതൃവിരഹമോ സന്താനക്ലേശമോ ഇവരിൽ കാണാറുണ്ട്. ഇവർ സ്നേഹമതികളായിട്ടാണ് കണ്ടുവരുന്നത്. മാനസിക സ്വൈരത ഇവർക്കുണ്ടാവാറില്ല. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനാണ്. കാർത്തിക നക്ഷത്രത്തിന് ചില പ്രതികൂല നക്ഷത്രങ്ങളുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. മകീര്യം, പുണർദം, ആയില്യം, കാർത്തിക, വിശാഖത്തിൻ്റെ 4ാം പാദം, അനിഴം, തൃക്കേട്ട ഇവയെല്ലാം പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ഇവർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് വളരെ ഉത്തമമുള്ള കാര്യമാണ്. കാർത്തികം, ഉത്രം, ഉത്രാടം ഈ ദിവസങ്ങളിൽ സൂര്യഭജനം, ക്ഷേത്രദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് വളരെ ഉചിതമാണ്. കാർത്തികയും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുക എന്നിവ വളരെ ഉത്തമമാണ്. ആദിത്യ ഹൃദയമന്ത്രം പതിവായി ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഈ നക്ഷത്രക്കാർ എല്ലാ ദിവസവും ആദിത്യ പ്രാർത്ഥന നടത്തുന്നത് ഉചിതമാണ്. കാർത്തിക മേടക്കൂറുക്കാർ കുജപ്രീതിയും ഇടവക്കൂറുക്കാർ സുഖപ്രീതിയും അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇവർക്ക് അനുയോജ്യമായ നിറങ്ങൾ ചുവപ്പ്, കാവി എന്നിവയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്. കാർത്തിക നക്ഷത്രക്കാർ അഗ്നിദേവൻ്റെ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉചിതമാണ്. എല്ലാ ദിവസവും രാവിലെ വൃത്തിയോടും ശുചിത്വത്തോടും നല്ല മനസ്സോടും കൂടി അഗ്നിദേവൻ്റെ
മന്ത്രം ജപിക്കുന്നത് നല്ല ഉത്തമമായ കാര്യമാണ്. മന്ത്രം ഇതാണ്: ഓം അഗ്നിമൂർത്താം ദിവകൂത്പതി പൃഥിവ്യാം അയം അപാം രേതാംസി ജിന്വതി ഓം അഗ്നേയ നമഃ. കാർത്തിക നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ്. വൃക്ഷം അത്തി. അസുരഗണത്തിൽപ്പെട്ടവരാണിവർ. യോനി സ്ത്രീ യോനിയാണ്. പക്ഷി പുല്ല്. ഭൂതം ഭൂമി. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അടുത്ത ദിവസം രോഹിണി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ഓക്കെ.